മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ആകെ കൺഫ്യൂഷനിലാട്ടോ. നമ്മുടെ ഈ റിയോ ഉണ്ടല്ലോ, റിയോ ഒട്ടും ഇണങ്ങുന്നില്ല. അപ്പൊ എന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ കുറച്ചാൾ കഴിയുമ്പോൾ ഇത് ഇണങ്ങുന്ന തത്യാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഇണങ്ങും. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ തുറന്നു വിടാം, അതുപോലെ നമ്മുടെ കൂടെ കൊണ്ടുനടക്കാം. ഇതൊക്കെ ഉദ്ദേശിച്ചാൽ ഞാൻ ഇതിന് മേടിച്ചാൽ അതിങ്ങനെ പൂട്ടിയിടണമെന്ന് എനിക്ക് ഒരു ഉദ്ദേശമില്ല. പക്ഷെ ഇത്രയും നാളുകളായിട്ടും അതിന് പേടി ഒട്ടും മാറുന്നില്ല, ഭയങ്കര പേടി കാണിക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, ഇതിനിങ്ങനെ പൂട്ടിയിട്ടിട്ട് അർത്ഥമില്ലല്ലോ, അത് ഭയങ്കര കഷ്ടമല്ലേന്ന്. ചെയ്യണമെന്ന് അറിയത്തില്ല. തിരിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഇങ്ങനെ എന്തായാലും ഇത് ഇണങ്ങുന്ന ഒരു ലക്ഷണം കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ബേഡ്സിനെയും നമ്മുടെ ക്യാറ്റിനെയും ഒക്കെ എടുക്കുന്ന ഷോപ്പിൽ വിളിച്ചു ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, തിരിച്ചു കൊണ്ടുവരെ, ഇവിടെ ഇണങ്ങിയ ഒരു തത്തയുണ്ട്, അതിന് വന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോയി നോക്കുമ്പോ നന്നായിട്ട് ഇണങ്ങിയ ഒരു തത്തയ കുഞ്ഞാണ്. അത്യാവശ്യം കടിയൊക്കെ തരും, എന്നാലും ഇണങ്ങിയതാണ്. അപ്പൊ നമുക്കിന്ന് നമ്മുടെ ആ തത്തക്കുഞ്ഞിനെയും മേടിച്ചുകൊണ്ട് വരണം. അതിന് ഞാൻ റിയോന്ന് തന്നെയാണോ. അപ്പം ആ കൂടെ നമുക്ക് കൊറിയറൊക്കെ വിടേണ്ട ദിവസമാണ് ഇന്ന്. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മാനന്തവാടി വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ വഴിയൊക്കെ പോകുമ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പേര് വാട്സപ്പിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നാളൊരു ഓഫർ സെയിൽ ഇട്ടായിരുന്നല്ലോ കസ്തൂരി മഞ്ഞളിന്റെ, അത് കഴിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ. ആക്ച്വലി ഇത് ആ ഒരു 1 മന്തിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. എന്നാലും ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട്, ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ആ രീതിയിൽ തന്നെ തരാം, കുഴപ്പമില്ല. അന്നത്തെ ഓഫറിന്റെ അതേ രീതിയിൽ തന്നെ തരാം, അതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ അത് പറയാനാണ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വേറെ എക്സ്ട്രാ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഓഫർ ഉണ്ട് എന്നുള്ള മട്ടില്. അതുകൊണ്ട് കുറെ പേര് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട്. അതിൽ ഞാൻ 1 മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പേടിക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു, നമുക്ക് ഏത്തപ്പഴം ഇരിപ്പുണ്ട്, ഏത്തപ്പഴം 2 എണ്ണം പുഴുങ്ങാം, അത് തിന്നാം. രാവിലെ ചായയും വെക്കാം, പാൽ ചായ വെക്കണോ പിന്നെ ബ്ലാക്ക് ടീ വെക്കണോ എന്നൊക്കെ രാവിലെ എണീറ്റ് വരുമ്പോൾ അന്നത്തെ മൂഡ് അനുസരിച്ചാട്ടോ ഞാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഇന്നത്തെ മൂഡ് അനുസരിച്ച് പാൽ ചായ വെക്കണം എന്നാട്ടോ. അപ്പൊ നമുക്ക് പിന്നെ പാൽപ്പൊടിയും കൊണ്ടൊരു ചായ വെക്കാം. പാല് ഉണ്ട്, ഫ്രീസറിലാണ്, അതിനി പുറത്തെടുത്ത് വെക്കാം വൈകുന്നേരത്തിന്. അപ്പൊ നമുക്ക് ഏത്തപ്പഴം പുഴുങ്ങാം. അങ്ങനെയാണ്. ആക്ച്വലി രാവിലെ ഏത്തപ്പഴം കഴിക്കരുതെന്നാട്ടോ. പിന്നെ അതുപോലെ ഓട്സും അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ട്. അത് 2 രാവിലെ ആക്ച്വലി കഴിക്കരുത്, സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ. അതിൽ നമുക്ക് ഉറക്കം വരുന്ന വിധത്തിലുള്ള ഘടകങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഘടകങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കഴിക്കരുത്. നമുക്കൊരു ഇച്ചിരി ഒരു ക്ഷീണവും തളർച്ചയും അല്ലെങ്കിൽ ഒരു ഉറക്കം വരുന്ന മൂഡ് വരും. അങ്ങനെയൊക്കെയാണ് ആക്ച്വലി ഏത്തപ്പഴവും പിന്നെ ഓട്സ് ഒക്കെ രാവിലെ കഴിച്ചാലും. എന്നാലും അത് നോക്കണ്ട, നമുക്ക് സാരമില്ല, 2 എണ്ണം അല്ലേ അങ്ങനെ കഴിക്കാം. കാരണം ഉറങ്ങാനുള്ള സമയമില്ല, നമുക്ക് അത്രയും ജോലികൾ കിടപ്പുണ്ട്. അങ്ങനെയാണ്. അപ്പൊ വേഗം 2 ഏത്തപ്പഴവും പുഴുങ്ങി ചായയും വെച്ചിട്ട് നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. എല്ലാ ദിവസവും തന്നെ ഞാൻ ഒരു ഏത്തപ്പഴമെങ്കിലും തിന്നൂട്ടോ. 2 കിലോ വെച്ച് മേടിച്ചു വെക്കും. അതിൽ 1 എണ്ണം വെച്ച് എല്ലാ ദിവസവും, അല്ലെങ്കിൽ ചില ദിവസം 2 എണ്ണം അങ്ങനെ തിന്നൂട്ടോ. ഇപ്പൊ ദേ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് ഞാനിപ്പോ ബ്രാഗിന്റെ മദർ ടൈപ്പ് ആപ്പിൾ സിഡർ വിനെഗർ മേടിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ കുറേ നാൾ കഴിക്കുമായിരുന്നു. ഇത് ഒത്തിരി അധികം ഒന്നും കഴിക്കരുത്, പിന്നെ അത് അധികം കഴിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു ടേസ്റ്റ് അത്രയും ഒരു അഗ്ലി ടേസ്റ്റ് ആണ്. അങ്ങനെയാണ് കഴിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. അങ്ങനെയാണ്. ഞാനിപ്പോ 2ാമത് വീണ്ടും കഴിക്കാൻ തുടങ്ങുവാണ്, നന്നായിട്ട് വണ്ണം വെക്കും പോലെ. അപ്പം ഞാൻ ഓർത്തു കുറച്ച് ആപ്പിൾ സിഡർ വിനെഗർ കഴിക്കാം, പിന്നെ അത് വയറിനും നല്ലതാണ്. അപ്പം രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെയാണ്. ഇല്ലെങ്കിലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. കുറെ നേരം കഴിയുമ്പോൾ ഉച്ച കഴിയുമ്പോൾ ഒക്കെ നമ്മൾ ചിയാ സീഡും കരിജീരകം ആശാളിയേരിയും ഞാൻ എന്തായാലും കഴിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ ഇത് ഒരു അര അടപ്പ് അത്രയൊക്കെ ഞാൻ ഒഴിക്കുള്ളൂ കേട്ടോ. ഒത്തിരി കഴിച്ചാൽ അതിന്റെ ഭയങ്കര ഡിസ്റ്റേസ്റ്റാണ്. അപ്പൊ കുറച്ച് ഒഴിച്ചിട്ട് വെള്ളം കുറച്ച് ചൂടാറുമ്പോൾ കുറച്ചായിട്ട് ഞാനത് കുടിക്കും. അങ്ങനെ. അപ്പൊ അത് നല്ലതാണ് കേട്ടോ. ആർക്കെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് ബ്രാഗിന്റെ കുപ്പീന്റെ ബോട്ടിൽ മേടിക്കുക. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കിട്ടും, ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിൽ മേടിക്കാം. ബ്രാഗിന്റെ അതാണ് ഏറ്റവും നല്ലത്. മദർ ടൈപ്പും കൂടിയാണ്. ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാനുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ തന്നെ കുറച്ച് സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് മാനന്തവാടി പോകണം. നമ്മൾ അവിടുന്ന് കുറെ സാധനങ്ങൾ മേടിക്കുന്നത്. അങ്ങനെ ഒത്തിരി കർഷകരും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് മാനന്തവാടി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി ഇന്ന് പാക്ക് ചെയ്ത് നിൽക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് അത്യാവശ്യം വിടേണ്ടത് മാത്രം എടുത്തിട്ടുണ്ട്. അത് വേഗം പാക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് വേഗം അപ്പോഴത്തേക്കും അച്ഛൻ എണീറ്റ് വരും. അച്ഛനെ കുത്തിപ്പൊക്കി എണീപ്പിക്കണം. എണീറ്റൊന്നും വരത്തില്ല, അതിനെ കുത്തിപ്പൊക്കി എണീറ്റ് വരണം. അതിന്റെ ഇടയ്ക്ക് കുറേ പേരെന്നോട് ചോദിച്ചു, ഫേസ് മസാജിന്റെ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് എന്താ ഇടാത്തെന്ന്. ആക്ച്വലി എനിക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് അത് വീഡിയോ ഇട്ട് ഷൂട്ട് ചെയ്യണം. വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ടയേർഡ് ആവും. പിന്നെ പണികളെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് തന്നെ കുളിച്ച് ബാക്കിയുള്ള, എന്നാലും പിന്നെയും കുറെ പണിയുണ്ടാവും, പിറ്റേ ദിവസത്തേനുള്ള കുറെ കാര്യങ്ങൾ. അങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് എന്നാലും ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ഫേസ് മസാജിന്റെ അത് നന്നായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇടാൻ. അത് നിങ്ങൾക്ക് അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ആ ഒരു രീതിയിൽ തന്നെ വേണം. അപ്പൊ അത് എനിക്ക് കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അതിനു മുമ്പ് എന്തായാലും നിങ്ങൾ
നിങ്ങൾ ഈ ബോഡി മോയ്സ്ചർ മേടിച്ച് വെച്ചോളൂ. ഇത് ഞാൻ രാത്രി എല്ലാ ദിവസവും കിടക്കുമ്പോൾ മുഖത്ത് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. അതാണ് അങ്ങനെ. അപ്പൊ ഞാനത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അടുത്ത് ഈ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് മുതൽ ആ ഒരു രീതിയിൽ ചെയ്യാം. അതുകൊണ്ട് ഇത് മേടിച്ച് വെച്ചോളൂ. അത്ര നല്ലതാണ്. വി വാക്സിനാണ്, വളരെ നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബോഡിയിലും അതുപോലെ മുഖത്ത് രാത്രി കിടക്കുമ്പോൾ ഞാൻ മസാജ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതാണ് ഈ ഒരു പ്രോഡക്റ്റ്. അത് മറക്കാതെ മേടിച്ചോളൂ. പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെയാണ് ഇത്രയും മുഖം ഇങ്ങനെ ഇതായിട്ട് വെക്കുന്നത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പം മുതൽ ഒരു എട്ടാം ക്ലാസ് അല്ല, ഒരു 5ാം ക്ലാസ് മുതൽ ഞാൻ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുമായിരുന്നു. അപ്പം അത് പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കും. പിന്നെയുള്ളത് ഈ അനാവശ്യ സാധനങ്ങൾ മൊത്തം തേക്കത്തില്ല. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വളരെ വളരെ റയറായിട്ട്. പണ്ട് ചെറുപ്പത്തിലൊക്കെ വീക്കോ ടർമറിക് എന്നും പറഞ്ഞൊരു ക്രീം, അതായിരുന്നു ഒരു മഞ്ഞളിന്റെ ഒക്കെ, അതായിരുന്നു കുറെ കാലം തേച്ചോണ്ടിരുന്നത്. ഇപ്പൊ ആ ക്രീം ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. അങ്ങനെ പിന്നെ നമ്മളായിട്ട് ഇതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും വളരെ നാച്ചുറൽ ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ജസ്റ്റ് പൗഡർ ഇടുക, ആ ഒരു രീതി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കുറെ കാലത്തിന് മുഖത്ത് എനിക്കൊന്നും അബ്നോർമൽ ആയിട്ടുള്ള ക്രീമോ അതോ ഇതൊന്നും തേക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ടുനടക്കുന്നുണ്ടായിരിക്കും വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. പിന്നെ നിങ്ങൾ മറക്കാതെ മേടിക്കേണ്ട വേറെ ഒരു പ്രോഡക്റ്റ് എന്റെ കയ്യിൽ നിന്ന് ഇത് കണ്ടോ, രക്തശാലിയുടെ ഫേസ് പാക്ക്. ഒത്തിരി നല്ലതാണ് കൂട്ടുകാരെ. രക്തശാലി എന്ന് പറയുന്ന ഒരു പ്രത്യേക റൈസ് ആണ്. റെഡ് റൈസ് എന്ന് പറയുന്ന ഭയങ്കര വിലയുള്ളതാണ്. പെർ kg 600 രൂപയൊക്കെ വിലയുള്ളതാണ്. അപ്പൊ അത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട്, പിന്നെ അതിൽ നിറച്ച ആയുർവേദ മരുന്നുകളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്, ഒത്തിരി മരുന്നുകൾ. അപ്പൊ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ പൊടിച്ചെടുക്കുന്ന സാധനമാണ്. പക്ക നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ രക്തശാലി ഫേസ് പാക്ക് പാക്കായിട്ട് ഇടുവാണെങ്കിൽ, പാലോ പാൽപ്പൊടിയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു മിക്സ് ചെയ്തിട്ട് നല്ല പാക്കായിട്ട് ഇടുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ് മുഖത്തിന്. കസ്തൂരി മഞ്ഞളും രക്തശാലി ഫേസ് പാക്കും പറ്റിയ മേടിക്കാം. ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം മേടിക്കാം. അത് കുറച്ചാളിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഭയങ്കര ചേഞ്ച് വരും. പിന്നെ നിങ്ങൾ മറക്കാതെ എന്റെ അടുത്ത് നിന്ന് മേടിക്കേണ്ടതാണ്. ഇത്രയൊക്കെ നിങ്ങൾക്ക് ഫ്രീ തരാൻ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, ഞാൻ ഉറപ്പായിട്ട് തന്നേനെ, അത്ര നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. ഇത് ഈ ഫേസ് വാഷ് പൗഡർ, ഇതിനകത്ത് കണ്ടോ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചെറിയ സ്ക്രബിങ് എഫക്റ്റും ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഡ് സ്കിൻ എല്ലാം പോയിട്ട് ഡേ ബൈ ഡേ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയി വരും. എല്ലാ നേരവും ഇതെടുത്തിട്ട് മുഖത്തിട്ട് ഉരച്ചേക്കരുത്. രാവിലെ വൈകുന്നേരം അല്ലെങ്കിൽ ഒരു നേരം അത് മതി. ആ ഒരു രീതിയിൽ ഇതും കൊണ്ട് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിച്ചിട്ട് കഴുകാം. കുറച്ച് പൗഡർ ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുളയ്ക്കാനൊരു ഏരി കൊടുത്തിട്ടുണ്ട്. അത് ഒന്നെങ്കിൽ തുളയ്ക്കുക, കൈയൊക്കെ മുറിയാതെ ഒരു കമ്പി പഴിപ്പിച്ചിട്ടാണ് ഏറ്റവും നല്ലത്. ഒരു കുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ തുളഞ്ഞു കിട്ടിക്കോളും. അപ്പൊ ആ രീതിയിൽ ഇത് എടുത്തിട്ട് ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം കയ്യിലേക്ക് എടുത്തിട്ട് കുറച്ച് പൈപ്പ് വെള്ളത്തിൽ ഒരു 3-4 ഡ്രോപ്പ് വെള്ളത്തിൽ ഒന്ന് ചാലിക്കുക, മുഖത്ത് തേക്കുക. ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ട്. അങ്ങനെ അത് കഴിയുമ്പോൾ അപ്പൊ തന്നെ കഴുകി കളയുക പച്ചവെള്ളത്തിൽ. അപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളുടെ മുഖത്തിന് വരുന്ന ചേഞ്ച്. ആ ഒരു ഇരുളിമയൊക്കെ പോയിട്ട് ഇങ്ങനെ ഡെഡ് സ്കിൻ എല്ലാം കൂടി മൂടിയിരുന്ന ആ മുഖം ഒന്ന് തെളിഞ്ഞ് വരുന്നത് കാണാം. അപ്പൊ ഡെഡ് സ്കിൻ പോകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആകും. അതാണ് ഒന്നാമത്തെ കാര്യം. ഒത്തിരി നല്ല പ്രൊഡക്റ്റ് ആണ്. നിറയെ റോസാപ്പൂവിന്റെ ഇതെല്ലാം ഉണങ്ങിയത്, മാതള നാരങ്ങന്റെ ഓറഞ്ച് പീൽ പൗഡർ, ഇതിനകത്ത് ഇല്ല. അങ്ങാടി 60 എന്ന് പറയാം. അത്രയും സൗന്ദര്യപരമായിട്ട് കിട്ടുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ചേർത്തതാണ് നമ്മുടെ ഇത്. അപ്പൊ ഉറപ്പായിട്ട് ഈ 3 പ്രൊഡക്റ്റുകൾ നിങ്ങൾ എന്തായാലും കസ്തൂരി മഞ്ഞൾ കൂടി ഇത്രയും മേടിച്ചാൽ തന്നെ നിങ്ങളുടെ മുഖം പിന്നെ ഒത്തിരി ചേഞ്ച് വരും. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്തായാലും ഉടനെ തന്നെ പിന്നെ ഫേസ് മസാജിന്റെ വീഡിയോ ഇടും. മറന്നിട്ടില്ല ഞാനത്, ഞാനൊന്ന് ഓർപ്പിക്കുവാണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ മഞ്ഞൾ റൂമിലേക്ക് എത്തി. ഇടയ്ക്ക് വിശക്കുമ്പോ പോയിട്ട് കഴിക്കാം. പഴം പുഴുങ്ങിയാൻ വെച്ചേക്കുന്നത് കഴിക്കാം. ഇന്നത്തെ പാക്കിങ് വേഗം തീരുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം ഒത്തിരി പ്ലാന്റുകൾ ഞാൻ എടുത്തിട്ടില്ല. ഒരു കമേലി പ്ലാന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇന്ന് പ്ലാന്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പോക്ക് നടക്കത്തില്ല ഷോപ്പിങ്ങിന്. അതുകൊണ്ട് കുറെ ഒരു 10-12 ഓർഡർ കൂടി വേറെ വന്നിട്ടുണ്ട്. അപ്പൊ അതും എനിക്ക് പാക്ക് ചെയ്യാനുണ്ട്. കമേലി തന്നെ 10-12 എണ്ണം വന്നിട്ടുണ്ട്. ബാക്കി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് ഞാൻ വിട്ടോളാം. പേടിക്കേണ്ട. എന്തായാലും നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഒരു കാരണവശാലും നിങ്ങളുടെ പൈസ ഒന്നും നഷ്ടപ്പെടത്തില്ല. ഞാൻ ഗ്യാരണ്ടി, ഞാൻ എന്തായാലും തരും. ഇച്ചിരി സമയം തന്നാൽ മതി എനിക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് തീരുന്നതിന് മുമ്പ്, ഇപ്പൊ എനിക്ക് വരുന്ന മെസ്സേജ് ചില സമയത്തേക്ക് സങ്കടം വരും കേട്ടോ. ചേച്ചി ഇന്ന് തന്നെ അയക്കുക, തീർന്നു എന്ന് പറഞ്ഞ് അങ്ങനെ തീരാൻ മുട്ടി നിൽക്കല്ലേ. അതിനു മുമ്പ് എനിക്ക് ഓർഡർ ഏകദേശം തീരുമെന്ന് അറിയുമ്പോൾ തന്നെ ഒരാഴ്ച 2 ആഴ്ച എന്തായാലും നിങ്ങൾ മേടിക്കുമല്ലോ. എന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് കസ്റ്റമേഴ്സാണ് മുഴുവൻ തന്നെ. അപ്പൊ എന്തായാലും നിങ്ങൾ മേടിക്കുമല്ലോ. അപ്പൊ ഇച്ചിരി തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഓർഡർ തരും. അല്ലാതെ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കില്ല, ശ്വാസം മുട്ടിക്കില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ. ഇങ്ങനെ ഓവർ കുറേ ഇങ്ങനെ എന്താ പറയാ സ്ട്രെസ് വരുമ്പോ കുറേ എണ്ണം ഒന്നിച്ച് കൊടുക്കേണ്ട അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വരുമ്പോ പിന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ് കയറും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്തത്തില്ല, എങ്ങനെയായാലും ഓടി എത്തത്തില്ല പാക്ക് ചെയ്ത് വിടുക എന്ന് പറയുന്നത്. അതുകൊണ്ട്
അങ്ങനെ. അപ്പൊ ഇന്ന് എനിക്ക് എളുപ്പമാണ്. കുറെ ഞാൻ നോക്കി ഇപ്പൊ നോട്ട് ചെയ്തപ്പോ അധികവും കസ്തൂരി മഞ്ഞളും ബോഡി മോയ്സ്ചറും അതുപോലെ ഫേസ് വാഷ് പൗഡറും രക്തശാലി ഫേസ് പാക്ക് വന്നേക്കുന്നത്. അത് കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ കുറച്ച് മില്ലറ്റും കോഫി പൗഡറും ഒക്കെ അത് ഓക്കെ. കോഫി പൗഡറും ഗീയും ഹണിയും ഒക്കെ വരുമ്പോഴാണ് എനിക്ക് കാർട്ടൂൺ എടുത്ത് പാക്ക് ചെയ്യേണ്ടത്. ബാക്കിയുള്ള സംഗതികൾ ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ ഫേസ് വാഷ് പൗഡറും പിന്നെ കസ്തൂരി മഞ്ഞളും രക്തശാലി ഫേസ് പാക്ക് ഒക്കെ എനിക്ക് നമ്മുടെ ഈ ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ ഇപ്പോഴത്തെ പാക്കിംഗ് കവറുകൾ ഉണ്ടല്ലോ അതിൽ വിടാൻ പറ്റും. അത് കുറച്ചും കൂടി എളുപ്പം. അത് ഈസി ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടെന്നാൽ ഞാൻ വേഗം ചടുവിടെ ഒന്ന് പാക്ക് ചെയ്യട്ടെ. അതിന്റെ ഇടയ്ക്ക് നമുക്ക് പിന്നെ പഴം കഴിക്കാൻ പോവാം. ഞാൻ വീഡിയോ ഇടുമ്പോൾ ഭയങ്കര സ്പീഡാന്ന് പറയാൻ പേര് പറയുന്നു. എന്റെ തിരക്കിന്റെ ഭാഗമായിട്ട് എന്റെ വർത്താനം തിരക്കായി പോകുന്നത് കേട്ടോ. അങ്ങനെയാണ്. സമാധാനത്തോടെ ഇരിക്കുമ്പോൾ ഞാൻ സ്ലോയിലല്ലേ സംസാരിക്കുന്നത്. ഇത് ആവേശം കയറുമ്പോഴും പിന്നെ സ്ട്രെസ് കയറുമ്പോഴാണ് എന്റെ സ്പീഡും കൂടി പോകുന്നത്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അതുവരെ ഞാൻ എല്ലാം പാക്ക് ചെയ്യട്ടെ. പിന്നെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളത് മഴയാണ്, എന്നാലും നമുക്ക് പറിച്ചു വെക്കാന്ന് ഓർത്തിട്ട് പപ്പായ ഒക്കെ പഴുത്തെടുപ്പുണ്ട്. ഇത് അധികം പൊക്കയില്ലാത്ത നമുക്ക് നിലത്തുനിന്ന് തന്നെ കൈ കൊണ്ട് എത്തി പറിക്കാൻ പറ്റുന്ന റെഡ് ലേഡിയാന്ന് തോന്നുന്നു കേട്ടോ. പുതിയൊരു ടൈപ്പ് നല്ലതാണ്, നിറച്ചുണ്ടാകും. അതുപോലെ തന്നെ നല്ല പൊക്കം കുറവിൽ നമുക്ക് നിലത്ത് നിന്ന് പറിച്ചെടുക്കുകയും ചെയ്യാം. തോട്ടി പോലും വേണ്ട. അങ്ങനെ അപ്പം അതിലൊരെണ്ണം പഴുത്ത് കിടപ്പുണ്ട്, അത് നമുക്ക് പറിച്ചെടുക്കണം. പിന്നെ ചക്ക ഒരെണ്ണം പഴുത്ത് നന്നായിട്ട് കിടപ്പുണ്ട്, അത് നമുക്ക് നാളത്തേന് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകളുണ്ട്, അതെല്ലാം ഏകദേശം ആയി കിടക്കും. ചെറുപയർ മുളപ്പിച്ചതാണ് കേട്ടോ. ഒത്തിരി നല്ലതാണ്. പിന്നെ ഇന്ന് വലിയ മഴയില്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കൊറിയർ കൊടുത്തിട്ട് മാനന്തവാടിക്ക് പോയി. മാനന്തവാടി ഭാഗത്തേക്ക് പോകുമ്പോൾ വലിയൊരു പുഴയുണ്ട് കേട്ടോ. കബനിപ്പുഴ, ബാവലിപ്പുഴ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള പുഴ. എനിക്ക് ശരിക്കും ഭയങ്കര ഫിയറാണ്. രണ്ട് വഴിക്ക് നമുക്ക് മാനന്തവാടിക്ക് പോകാം. അതിൽ ഈ വഴി ഞാൻ അധികം ചൂസ് ചെയ്യാറില്ല. ഈ പുഴ ഇവിടെയുള്ളതുകൊണ്ട് മഴക്കാലത്ത്. ഇന്ന് പക്ഷെ വലിയ വെള്ളമൊന്നും കയറിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ വഴിയരികിൽ ഫിഷ് വിൽക്കുന്ന സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി ഇവിടുന്ന് കുറച്ച് ഫിഷ് മേടിക്കാം എന്ന് ഓർത്തു. പക്ഷെ ഭയങ്കര റേറ്റ് ആട്ടോ അവർ പറയുന്നത്. ഞാൻ ഓർത്ത് പുഴമീനാണ്. ആക്ച്വലി പുഴമീൻ അല്ലത്, അല്ലാതെ തന്നെയുള്ള ഫിഷാണ്. അപ്പം എനിവേ ഇവിടുന്ന് കുറച്ച് ഫിഷ് മേടിച്ചു. പിന്നെ നമ്മൾ നേരെ ഇനിയിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോവാം. വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഇന്നത്തെ ട്രാവല്. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് നമുക്ക് കപ്പയും മേടിച്ചായിരുന്നു വഴിക്കുന്നുണ്ട്. അപ്പൊ കപ്പയും മീനുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അതാണ് എന്റെ പ്ലാൻ. ഈ സ്ഥലങ്ങളെല്ലാം നമ്മുടെ വീടിന്റെ തൊട്ടടുത്താട്ടോ. ഒട്ടാവട്ടത്തിലാണ് ഇതെല്ലാം കേട്ടോ. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു, കൊറിയർ എല്ലാം കൊടുത്തു. വന്നിട്ട് ഞാൻ വേഗം മീനെല്ലാം കഴുകി വെച്ചു. ഇനി സന്ധ്യ ആവുന്നതിന് മുമ്പ് നമുക്ക് വേഗം പോയിട്ട് കുറച്ച് കറിവേപ്പില പറിക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ ഓൾറെഡി ഫ്രീസറിൽ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ നന്നാക്കി, കപ്പയും നന്നാക്കണം. അതൊക്കെ നമുക്ക് പുറത്ത് പോയിട്ട് നന്നാക്കിക്കൊണ്ട് വരാം. എന്നിട്ട് മീൻ കഴുകി വെച്ചതിൽ കുറച്ച് പിന്നെ മുളകും മഞ്ഞളും ഉപ്പും തേച്ച് പിടിപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ വൃത്തിയായിട്ട് ഇരുന്നോളും, പ്ലസ് രുചി കൂടിക്കോളും. അത്രയും ചെയ്തിട്ട് നമുക്ക് പോകാം. എന്നിട്ട് പല സ്ഥലത്ത് പല രീതിയിലാണ് മീൻ കറി വെക്കുന്നത് അല്ലെ. ചില സ്ഥലത്ത് തക്കാളി ചേർക്കും, ചില സ്ഥലത്ത് ഹോട്ടലിൽ വെച്ച് നമുക്ക് തക്കാളി ചേർത്ത് കറിക്കിട്ട് കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട്. ഞാൻ പക്ഷെ തക്കാളി ചേർക്കാറേ ഇല്ല. പണ്ടൊക്കെ ചേർക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ തക്കാളി ചേർക്കത്തേ ഇല്ല. പകരം ചെറിയുള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളി, സവാള അതൊക്കെ എടുത്തുള്ളൂ. തക്കാളി ചേർത്ത് കഴിയുമ്പോൾ മീനിന്റെ രുചിയേ വേറെ ഒരു രുചിയായി പോകും. നമ്മൾ എന്തായാലും പുളി ചേർക്കുമല്ലോ, കുടംപുളി ചേർക്കുമല്ലോ. അപ്പൊ കുടംപുളി നമുക്ക് തന്നെ വയനാട്ടിൽ നമ്മൾ ശേഖരിക്കുന്ന കുടംപുളി ഉണ്ട്. നമ്മൾ അതിന്റെ സെയിലും ഉണ്ട് കേട്ടോ. ഒത്തിരി പേര് മേടിക്കാറുണ്ട് കുടംപുളിയും വാളംപുളിയും ഒക്കെ. അത് ആവശ്യമുള്ളവരൊക്കെ വാട്സപ്പ് നമ്പറിലേക്ക് പോരെ കേട്ടോ. ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്ക് വേറെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ. അപ്പൊ ഞാൻ തക്കാളി ചേർക്കത്തില്ല, ബാക്കിയെല്ലാം അരിഞ്ഞു വെക്കാം. ബാക്കിയെല്ലാം നമുക്ക് ചേർത്തിട്ട് നമുക്ക് നല്ലൊരു മീൻ കറിയും കൂടി വെക്കണം. പൂമീൻ മീൻ നന്നാക്കി ഇപ്പൊ നിറച്ച് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. വലിയ ഇപ്പൊ ഈ എണറെന്നൊക്കെ നമ്മൾ പറയാം അതിന് മുട്ടയ്ക്ക്. അങ്ങനെ അതിന്റെ ഒരു ടൈമാണല്ലോ. അപ്പം ട്രോളിംഗ് ഒക്കെ ഉള്ള സമയമാണല്ലോ. അപ്പൊ അങ്ങനെ. അപ്പൊ അതും ബാക്കി കുറച്ച് മീൻ തലയെല്ലാം കൂടി ഞാൻ ഇട്ടിട്ട് പിന്നെ നമ്മുടെ അയരക്കിണ്ടി ഉണക്കിയും കൊടുക്കാൻ വേണ്ടിയിട്ട് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിനിപ്പോ ചോറുമായിട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെ കുറേ ജോലികളുണ്ട്. ഇനി രാത്രി വരെ നമുക്ക് ജോലികളാണ്. അപ്പൊ വേഗം വേഗം ഓരോന്നേരം ചെയ്യാൻ പറ്റിയ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്യാം കേട്ടോ.
ഒത്തിരി കറിവേപ്പിലയും പച്ചക്കറികളും ഒക്കെ ഞാൻ നമ്മുടെ പറമ്പിൽ തന്നെ നട്ടു വളർത്തുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ സാധനവും തന്നെ നമുക്ക് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയാൽ തന്നെ കിട്ടും. അപ്പൊ ഇപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കറിവേപ്പില എടുത്തിട്ട് വരണമെന്ന്. മുറ്റത്തിന്റെ കുറെ ഭാഗമൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഭാഗം ഞാൻ അടിച്ചിട്ടില്ല. ഇവിടെ എല്ലാം ഇനിയിപ്പോ വലിയ മഴ ആയതുകൊണ്ട് ഇങ്ങനെ ചെളിയും കല്ലും എല്ലാം കൂടി ഇതിങ്ങനെ കിടക്കും. അതെല്ലാം ഇനി വൃത്തിയാക്കി ഒന്ന് അടിച്ചു വരണം. അപ്പൊ ഈ ഒരു പിന്നെ എന്താ പറയുക, ചവിട്ടിയുടെ അങ്ങേയറ്റത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പിലയൊക്കെ പറിക്കാം. അപ്പൊ ആ രീതിക്ക് അപ്പൊ കുറച്ച് ഒടിച്ചെടുക്കാം. ഒരു കറിവേപ്പില നട്ടാൽ തന്നെ അതിന്റെ ചോട്ടിൽ നിറച്ച് കുഞ്ഞുങ്ങൾ ഇതുപോലെ ഉണ്ടായിക്കൊള്ളൂ കേട്ടോ. അതിന്റെ വേര് ഇടയ്ക്ക് ഒന്ന് കിളച്ചു കൊടുത്താൽ മതി ചെറുതായിട്ട്. അപ്പൊ അതിന്റെ വേര് പൊട്ടി പൊട്ടി നിറച്ചത് ഒറ്റ മരത്തേന്ന് അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതെല്ലാം കൂടി അപ്പൊ അങ്ങനെ ഉണ്ടാവും. അപ്പം അതെല്ലാം പറിച്ചിട്ട് നമുക്ക് നേരെ വരിക. ഇനി നമുക്ക് മീൻകറി വെക്കാനുള്ള മഴക്കാലം അല്ലെങ്കിൽ ഞാൻ മീനെല്ലാം വെട്ടി കഴുകുന്ന പുറത്താണ് കേട്ടോ. അവിടെ നമുക്ക് പൈപ്പും കഴുകാൻ പറ്റിയ അന്തരീക്ഷമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ മഴ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ വല്ലാതെ നനയും, ഒത്തിരി ചെടികൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ. അപ്പൊ നമ്മുടെ തന്നെ കറിമഞ്ഞളാണ്, നല്ല കുറുക്കുമീൻ കറിമഞ്ഞൾ. അതുപോലെ നമ്മൾ തന്നെ കഴിയുണെങ്കിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ കറിക്ക് ഓൾറെഡി ടേസ്റ്റ് വരും. അപ്പൊ കറിമഞ്ഞളൊക്കെ ആവശ്യമുള്ളവർ, ഒറിജിനൽ കറിമഞ്ഞളൊക്കെ വേണ്ടവർ നമ്മളോട് ചോദിച്ചോളൂ കേട്ടോ, നമ്മൾ തരാം. വാട്സപ്പ് നമ്പർ ഇതാണ്. ഇതെല്ലാം ഇനി നമുക്ക് പോയിട്ട് നമുക്കൊന്ന് കപ്പയെല്ലാം കൊത്തി നുറുക്കി കൊണ്ടുവരാം. പച്ചക്കപ്പ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് അല്ലേ? കൊത്തി നുറുക്കുമ്പോ കുറെ നമ്മൾ അറിയാതെ തിന്നുമല്ലേ. ഞാൻ ആദ്യം കപ്പ കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് കഴുകും, അതിന് ശേഷമാണ് കൊത്തി നുറുക്കാൻ കൊണ്ടുവരും. അപ്പൊ പിന്നെ അത്ര ചെളി പിടിക്കത്തില്ല അതില്. അപ്പൊ ഇനി ഇതെല്ലാമായിട്ട് നമുക്ക് തിരിച്ചു പോന്നിട്ട്, അതുപോലെ ചെറിയുള്ളിയാണ് ഞാൻ മീൻകറിയിൽ അധികവും ചേർക്കാം. സവാളയും കൂടി വേണമെങ്കിൽ ഇടാം കേട്ടോ, ഏത് ഇട്ടാലും ഓക്കെ. തക്കാളി ചേർക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം നമുക്ക് പൊളിച്ചെടുത്തിട്ട് ആ കൂടെ ഞാൻ ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കും കേട്ടോ കൂട്ടുകാരെ. ഡോഗ്സ് ആണെങ്കിലും കാറ്റ്സ് ആണെങ്കിലും നമ്മുടെ ടോൺ കേട്ടിട്ടാണ് നമ്മൾ ദേഷ്യത്തിലാണോ അല്ലെങ്കിൽ പിന്നെ അതാണോ ഇതാണോ സാഡിലാണോ അതൊക്കെ അവർക്ക് മനസ്സിലാവുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കാൻ ഒരു ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മുടെ കപ്പയെല്ലാം നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കൊത്തി അരിഞ്ഞിട്ട് നേരെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കണം വേവാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിക്കും, കുറച്ച് മഞ്ഞളും ഇടും. അപ്പൊ നല്ലൊരു പാൽ ചായ. ഞാൻ ചായ വെക്കുമ്പോൾ എപ്പോഴും അതിനകത്ത് 1-2 ഗ്രാമ്പു ഇടും, ഏലക്കായ ഇടും, പിന്നെ കറുവപ്പട്ടേന്റെ ചെറിയ കഷ്ണം ഇടും. പിന്നെ ചില സമയത്ത് ചുക്കിന്റെ ചെറിയ കഷ്ണം കൂടി ഇടും. അതെന്ന് വെച്ചാൽ ഇങ്ങനെ പല സംഗതി ചേർക്കുമ്പോൾ നമുക്ക് വണ്ണം കൂടാതിരിക്കും, കൊളസ്ട്രോൾ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നോളൂ. ചായക്കകത്താണെങ്കിൽ നമ്മൾ അങ്ങനെ ചേർക്കണം. അപ്പൊ അതൊക്കെ ചേർത്തിട്ട് അപ്പൊ ഒരു മസാല ചായയായി, നല്ല ടേസ്റ്റുമായി. അപ്പൊ ഒരു മസാല ചായ വെക്കാം. ആ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ മീൻ ചേർക്കുന്ന കുടംപുളിയൊക്കെ വയനാടൻ കുടംപുളിയാണ്. നമ്മളത് ശേഖരിച്ച് വെച്ചേക്കുന്നതാണ് കർഷകരിൽ നിന്ന്. നന്നായിട്ട് പുകയത്തൊക്കെ ഉണങ്ങിയേക്കുന്ന നല്ല പിന്നെ 100 പുളിയാണ്. അപ്പൊ അത് ആവശ്യമുള്ളവര് നമ്മുടെ വാട്സപ്പിലേക്ക് വരെ. കുടംപുളി ഉണ്ട്, വാളംപുളിയൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി നല്ല പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. മില്ലറ്റ്സും ബാക്കി കുറേ സംഗതികൾ, കസ്തൂരിമഞ്ഞളും പൊടി മുയിച്ചൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, കോഫി ക്യൂബ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആവശ്യമുള്ളവര് മറക്കാതെ വാട്സപ്പിലേക്ക് വരണം കേട്ടോ. അപ്പൊ നമുക്കിനി കപ്പയുടെ പ്രിപ്പറേഷൻ നോക്കാം. ഇതുപോലെ കൊത്തി അരിഞ്ഞ ശേഷം ഫിൽറ്റർ വെള്ളം ഞാൻ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. മഞ്ഞളിടും, ഉപ്പിടും. അത് കഴിഞ്ഞ് മൂടി വെക്കത്തില്ല കേട്ടോ. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തിളച്ചിടും. ഇനി നമുക്ക് ആ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ചായ വെക്കാം, മസാല ചായ വെക്കാം. അപ്പം നമ്മുടെ റിപ്പിളിന്റെ ഗ്രീൻ ടീ ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്, ഒത്തിരി നല്ലതാ. പിന്നെ ഒരു 3 ഗ്രാമ്പും ഒക്കെ എടുക്കും, എല്ലാം കഴുകിയിട്ടേ ഇടാവുള്ളൂ. പിന്നെ ചെറിയൊരു കറുവപ്പട്ടയുടെ കഷ്ണം, ചെറിയ കഷ്ണം മതി. പിന്നെ ചുക്ക് അതെടുക്കും. പിന്നെ വേണമെങ്കിൽ ഏലക്ക അത് പൊട്ടിച്ചെടുക്കുക, അരി എടുക്കും. റിപ്പിളിന്റെ ഇങ്ങനത്തെ ഗ്രീൻ ലീഫ് ടീ ആണ് ഞങ്ങൾ മേടിക്കുക. അതാകുമ്പോൾ ഒരുമാതിരി നമ്മുടെ ഗ്രീൻ ടീന്റെ ഒരു എഫക്റ്റും കൂടി കിട്ടുന്നുണ്ടോ. അതിൽ പച്ച ഇലകളായിട്ട് തന്നെ കിടക്കുന്നുണ്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അങ്ങ് ഓഫാക്കി വെക്കും. ജസ്റ്റ് തിളച്ച് 1 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഓഫാക്കി വെക്കും. ഇനി നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ്, അരമുറി തേങ്ങയാണ്. അതിലേക്ക് കാന്താരിമുളകിൽ പച്ചമുളകും മതി, ചെറിയുള്ളിയും പിന്നെ കുറച്ച് ജീരകവും കൂടി ഞാൻ ഇടും കേട്ടോ. അത് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൊണ്ടുവരും. അപ്പം അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത പോലെ മതി, ഒന്ന് ഒതുക്കി എടുത്താൽ മതി മിക്സിയിൽ അല്ലെങ്കിൽ അമ്മിക്കല്ലയിൽ അങ്ങനെ ചതച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇച്ചിരി അരപ്പ്, ആ ഒരു മിക്സി കഴുകിയ വെള്ളവും കൂടി നമുക്ക് ഒഴിക്കാം, ചാറ് കഴുകിയത് കേട്ടോ. കാരണം നമ്മൾ ഇത് അടച്ചു വെച്ച് കുറച്ചു നേരം ആവി കയറ്റുന്നുണ്ട് കപ്പയ്ക്ക്. അപ്പൊ അതെല്ലാം റെഡിയാക്കി വെക്കാം. പിന്നെ നമ്മുടെ മീൻകറി വെക്കാനും ഞാൻ ചെറിയുള്ളിയാണ് എടുത്തത്, അതും ഞാൻ അരിഞ്ഞു വെച്ചു. നമുക്ക് ചോപ്പർ ഉണ്ട്, അതുകൊണ്ട് പണി എളുപ്പമാണ്. അപ്പൊ അതിലേക്ക് എല്ലാം അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് അപ്പോഴത്തേക്കും കപ്പ നന്നായിട്ട് തിളച്ച് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കപ്പയായിരുന്നു കേട്ടോ. ഇത് നമുക്കിനി ബോഡിയിലേക്കൊന്നും ചൂടുവെള്ളം ആവാത്ത വിധത്തിൽ ഇതുപോലെയുള്ള ഹോളുള്ള പാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ കഞ്ഞി വാർക്കുന്നതും ഇതൊക്കെ വാർക്കുന്നതും. അപ്പൊ ആ വെള്ളം എല്ലാം കളഞ്ഞ് പിന്നെ അരപ്പ് അതിലേക്ക് ഇട്ടു. ഇനി ഒന്ന് മൂടി വെക്കാം. 5 മിനിറ്റ് ഇതുപോലെ അങ്ങ് മൂടി വെച്ച് ചെറുതീരെ ആവി കയറ്റുക. ഇനി നമുക്ക് കടുക് വറക്കണം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പത്തലുമുളക്, പിന്നെ കറിവേപ്പില, ഇത്രയും നമുക്കൊന്ന് മൂപ്പിച്ചിട്ട് അത് നമ്മൾക്ക് ഈ ഒരു തേങ്ങ അരപ്പിലേക്ക് ചേർക്കുക. വീണ്ടും ഒന്ന് ഇതുപോലെ കടുക് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോടെ, ഏറ്റവും തീ സ്ലോയിലാണ് വെച്ചേക്കുന്നത്. 5 മിനിറ്റോടെ ഇങ്ങനെ ആവി പുറത്തോട്ട് പോകും. അതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് വെള്ളമൊന്നും വീഴ്ത്തുമില്ല. അങ്ങനെ ഇങ്ങനത്തെ ഹോളുള്ള നമ്മൾ വാർക്കുന്ന ഒരു പിഞ്ഞാണി എന്ന് പറയും അതിന്, അതാണിത്. അപ്പൊ ഇത് ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലത്തെ സാധനം നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇതൊക്കെ കിട്ടും കേട്ടോ, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മേടിച്ചു തരാം.
കുറെ ചാർജ് തന്നാൽ മതി, പിന്നെ ഇതിന്റെ പൈസ. അപ്പൊ അങ്ങനെ അപ്പൊ ഇതുപോലെയുള്ളത് ഇതെന്താ നമ്മുടെ കപ്പയൊക്കെ ഉടയ്ക്കുന്ന സാധനമാണ് കേട്ടോ. അങ്ങനത്തെ മരത്തിന്റെയാണ്, പോകത്തില്ല, നല്ല സാധനമാണ്. അപ്പൊ ഇതിങ്ങനെ ഇതുകൊണ്ട് നന്നായിട്ട് ഉടയ്ക്കും നമ്മള്. എങ്ങനെയാണ് കടകോൽ എന്ന് പറയും ഇതിന്. എന്താ തൈരൊക്കെ കടയുന്ന സാധനം ഇത് കടകോൽ എന്ന് പറയും ഇതിന്. അപ്പം ഇതും കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കും. അതോടെ നമ്മുടെ കപ്പയുടെ പരിപാടി കംപ്ലീറ്റ് ആയി. നല്ല ടേസ്റ്റി ആയിട്ട്. അതിന്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ ഓൾറെഡി ആദ്യമേ ഉപ്പ് ചേർത്തേക്കുന്നതാണ്. അത് ഊറ്റി കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും. എന്നാലും നമ്മൾ ഇത് ഇനി കുഴയ്ക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഓക്കെ, അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് നീരും കൂടി ഒഴിക്കും. അങ്ങനെയാണ് ഈ ഒരു ആവിയിൽ ഇരുന്നത് നന്നായിട്ട് വേവും. നമ്മൾ കടുക് പൊട്ടിച്ചതിന്റെയും പിന്നെ തേങ്ങേന്റെ അരപ്പിന്റെ അപ്പൊ അരപ്പൊക്കെ അതിലങ്ങ് വെന്തോളും. അങ്ങനെയാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇരുന്നോളും കടുക് കൂടി പൊടിച്ച് കഴിഞ്ഞപ്പോൾ. അതങ്ങനെ അപ്പൊ കപ്പേന്റെ പരിപാടി ഇപ്പൊ തീരും. ഇനി നമുക്ക് നേരെ മീൻകറി വെക്കാം. ഓൾറെഡി നമ്മുടെ മുളകും മഞ്ഞളും ഒക്കെ പരണ്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല സൂട്ടായിട്ട് ഇരിക്കുകയാണ്. ഇനി നമുക്ക് വേഗം മീൻകറി വെക്കാം. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഓക്സിനെറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഈ കിച്ചണിലെ ഒരു വിൻഡോയ്ക്ക് ഞാനത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ നമ്മൾ അത്യാവശ്യം എപ്പോഴും യൂസ് ചെയ്യുന്ന അങ്ങനത്തെ എല്ലാ സ്ഥലത്തും ഞാൻ ഓരോ വിൻഡോ പിടിപ്പിച്ചു കേട്ടോ. ഭയങ്കര റേറ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ബാക്കിയുള്ള വിൻഡോസ് പതുക്കെ ഇത് യൂസ്ഫുൾ ആണോ എന്ന് നോക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാമെന്ന് ഓർത്തിട്ട്. പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കിച്ചണിൽ എപ്പോഴും നമ്മൾ വിൻഡോസ് തുറന്നിടണം, അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇതിൽ കാർബൺ മോണോക്സൈഡ് പോലെയുള്ള അങ്ങനെ വാതകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറേ കാലം ഇങ്ങനെ ശ്വസിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരും. സൈലന്റ് അറ്റാക്ക് ഒക്കെ ലേഡീസിനൊക്കെ വരുന്നതിന്റെ ഒരു കാരണം നമ്മൾ പോലും അറിയത്തില്ല കുറെ കാലം അങ്ങനെ. പിന്നെ വല്ലാതെ അടച്ചു കിട്ടിയ റൂമിലാണെങ്കിലും ഇതുപോലെ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാൽ നമ്മൾ ബോധം കെട്ടി വീഴും, ചിലപ്പോൾ മരിച്ചു പോകും. അങ്ങനെയൊക്കെയാണ്, അങ്ങനെ പോയിസൺ ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും തീയൊക്കെ കത്തുമ്പോൾ കുറച്ച് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എയർ സർക്കുലേഷൻ ഉറപ്പിക്കണം, അങ്ങനെ ജനൽ തുറന്നിടാം. അപ്പൊ ഇതെന്താ ഇതിന്റെ പരിപാടി ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ തുറന്നിട്ടേക്കോ ഈ ജനല്, പക്ഷെ ഇത് സേഫ്റ്റി ഉണ്ട് താനും. കാരണം നെറ്റ് ആയതുകൊണ്ട് പുറമേ നിന്നുള്ള ഏജന്റുകളൊന്നും വരത്തില്ല, പിന്നെ പൂച്ച ചാടിയൊന്നും പോകത്തില്ല, ഒന്നും ജീവികളൊന്നും കയറി വരത്തില്ല, അങ്ങനെയൊക്കെ. പിന്നെ നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും, അങ്ങനെയല്ലേ. ഇതിന്റെ ഔട്ടർ ജനല് തുറന്നിട്ടേക്കും. അതാണ് നമ്മുടെ ഓക്സിനെറ്റ് എന്ന് പറയുന്ന സംഭവം പിടിപ്പിച്ചേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതിലാണ് നമ്മൾ ഇത് ഓൾറെഡി ഇത് അടച്ചിട്ടേക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ജനല്. ഇതിങ്ങനെ തുറന്നിട്ടേക്കുക. എന്നിട്ട് ഇതും ഇങ്ങനെ അടയ്ക്കും. അപ്പൊ ഇത് നെറ്റാ. അപ്പൊ ഓക്സിജൻ സർക്കുലേഷൻ എന്നിട്ട് ഇതിന് കൊളുത്തുണ്ട് ഇങ്ങനെ. അപ്പൊ കൊളുത്തിടും. അത് കണ്ടോ നമ്മുടെ ജനല് തുറന്നിട്ടേക്കുക. എന്നിട്ട് പിന്നെ ഇതൊരു വിൻഡോ പോലെ തന്നെ പിടിപ്പിച്ചേക്കുക. പക്ഷെ അത് നെറ്റാണ്. അപ്പൊ ഓക്സിജൻ മൊത്തം കയറി വരും. അപ്പൊ എയർ മൊത്തം കയറി വരും, ഇറങ്ങിപ്പോവും. അങ്ങനെയാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ കാർബൺ മോണോക്സൈഡ് അങ്ങനത്തെ പ്രശ്നം വരത്തില്ല. പിന്നെ ഇതിനൊരു കൊളുത്തും തന്നിട്ടുണ്ട്. അപ്പൊ അത് കൊളുത്തിടുകയും ചെയ്യാം. അപ്പൊ ഇതും തുറന്നു പോകത്തില്ല. അപ്പൊ അകത്തുനിന്ന് ഒരു ജനല്, പുറത്തുനിന്ന് ഒരു ജനല്. ഇതാണ് ഈ ഓക്സിനെറ്റ് എന്ന് പറയുന്ന സംഭവം പിടിപ്പിച്ചേ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ മീൻകറി വെക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ കടുക് പൊട്ടിക്കുന്നത് കേട്ടോ. അപ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കുക. മീൻകറിക്ക് കുറച്ച് വെളിച്ചെണ്ണ അധികം വേണം. ഉലുവ കടിയില്ല കേട്ടോ. ഉലുവ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് കുത്തിയരിഞ്ഞ് അത് കുറച്ച് അധികം ഞാൻ ചേർക്കും കേട്ടോ. ഒത്തിരി നല്ല ഇഞ്ചി വെളുത്തുള്ളി നമുക്ക്. പിന്നെ പച്ചമുളക് ഇടാം, കറിവേപ്പില ഇടാം. ആ കൂടെ നമ്മൾ ചെറിയുള്ളി അല്ലെങ്കിൽ സവാള ഏതാണോ കുറച്ചധികം എടുക്കും കേട്ടോ. തക്കാളി ഞാൻ ഇടൂല പറഞ്ഞല്ലോ. കറിവേപ്പില ആവശ്യത്തിന് ഇടാം കേട്ടോ. ഒത്തിരി നല്ല മുടിയൊക്കെ നരയ്ക്കാതിരിക്കാൻ അങ്ങനെയൊക്കെ നന്നായിട്ട് ഇതായിട്ട്. പിന്നെ നമ്മുടെ കുടംപുളി, ഇത് വയനാടൻ കുടംപുളിയാണ് കേട്ടോ. നല്ലതാണ്, സെയിലുണ്ട്, ആവശ്യമുള്ളവർ ചോദിച്ചോളൂ. അപ്പൊ ഇനി നന്നായിട്ടൊന്ന് കുറച്ച് പിന്നെ മുളക് പൊടിയും കൂടിയിട്ട് മൂപ്പിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് അത് നമ്മൾ ഇരുപ്പിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ തിളച്ച വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുക. ഇനി അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് വെന്തോട്ടെ. അത്യാവശ്യം സമയം കൊടുത്ത് തന്നെ വേവാൻ അനുവദിക്കുക. ഇനിയിപ്പോ ഞാൻ വേഗം ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി കിച്ചൺ ഒന്ന് അടിച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് എനിക്ക് നാളത്തേനുള്ള നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കി വെക്കണം. അങ്ങനെ ഞാൻ തലേദിവസം ഉണ്ടാക്കി വെക്കും. അപ്പൊ രാവിലെ അതിന് വേണ്ടി നാളെ ഒത്തിരി ജോലികൾ ഞാൻ വേറെ പ്ലാൻ ചെയ്തേക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ജോലികളൊക്കെ തിരക്കുള്ള ദിവസം ഞാൻ തലേദിവസം എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി വെക്കും. ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി വെക്കും. ഒന്നാമത് രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് വിശക്കും. അപ്പൊ ഞാൻ വരുന്ന വഴി തന്നെ എനിക്ക് ചായ വെച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം. അപ്പൊ ഞാൻ കറിയൊന്നും കൂട്ടത്തില്ല, ഞാൻ ചപ്പാത്തി തന്നെ തിന്നും ചായന്റെ കൂടെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അങ്ങനെ കടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടം ചായന്റെ കൂടെ. ചായക്ക് ഇച്ചിരി മധുരം അങ്ങിട്ടാൽ മതി. അങ്ങനെയൊക്കെ. അപ്പം ചപ്പാത്തി ഉണ്ടാക്കി വെക്കട്ടെ. പിന്നെ ഇവിടെ എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി കഴിയൊക്കെ വെക്കട്ടെ. എന്നിട്ട് പിന്നെ ചപ്പാത്തി കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ നേരെ പോയിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വിശേഷങ്ങൾ കാണാം. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയും റെഡിയായി, മീൻ റെഡിയായി, ഇന്നത്തെ ഡിന്നർ അടിപൊളിയായിട്ട് എല്ലാം റെഡിയായി. അപ്പൊ നമുക്ക് ഇനി രാത്രി കഴിക്കാൻ നേരത്ത് കാണാം. അതുവരെ ഞാൻ ചടപെടുമ്പോൾ എല്ലാ ജോലികളും തീർത്തു. നിങ്ങൾക്കറിയാലോ നമുക്ക് ശുദ്ധമായ വയനാടൻ ഗീ സെയിലുണ്ടെന്ന്. അത് പരട്ടിയിട്ടാണ് ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈവൻ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഗീ തന്നെ ഉപയോഗിക്കുന്നത്. അടിപൊളിയായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കടലാസ് മടക്കും പോലെ മടക്കാൻ വരുന്ന ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്കറിയാം. അത് ഞാൻ വീഡിയോ ഇട്ടിടാം. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളത്. അതിന് ചില ടെക്നിക്കലുണ്ട് കണ്ടോ. ഇതുപോലെ ടിഷ്യൂ പേപ്പർ മടക്കും പോലെ നമുക്ക് മടക്കാൻ പറ്റും. അപ്പൊ അത് ഞാൻ വീഡിയോ ആയിട്ട് ഉടനെ ചെയ്യാട്ടോ. അപ്പൊ നമ്മുടെ പണികൾ തീർക്കട്ടെ. അപ്പൊ ഇന്ന് ഈ സ്പെഷ്യൽ ഉണ്ടാക്കിയതുകൊണ്ടാട്ടോ ഇച്ചിരി താമസിച്ചു. അല്ലെങ്കിൽ ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്റെ എല്ലാ ജോലികളും നേരത്തെ ചെയ്ത് തീർക്കും കേട്ടോ. ഒരു 7:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് ടോട്ടലി ഫ്രീ ആവണം. അതാണ് എന്റെ ആഗ്രഹം കേട്ടോ. അപ്പോഴത്തേക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കും. അങ്ങനെ നേരത്തെ കഴിക്കുന്നത് നല്ലത് കേട്ടോ. അങ്ങനെ അപ്പൊ ഞാൻ അങ്ങനെ ആ ഒരു ജോലികളെല്ലാം ചെയ്ത് കുളിച്ചിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ
പിന്നെ ഞാൻ വൈകുന്നേരം ഇവിടെ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അതെന്റെ മനസ്സിന് ഭയങ്കര സന്തോഷം തരാറുണ്ട്. ഭയങ്കര, അതായത് ഇന്നത്തെ ഒരു ദിവസത്തെ മുഴുവൻ സ്ട്രെസ്സൊക്കെ റിലീസ് ആവുന്ന ആ ഒരു ഫീലാണ് എനിക്ക് സന്ധ്യക്ക് ഞാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അതിലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോളാറിന്റെ ലൈറ്റുകളുണ്ടല്ലോ, കുറെ ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. അത് വെയിലുള്ളപ്പോൾ പകല് നമ്മൾ മുറ്റത്തോട്ട് കൊണ്ടുവച്ചാൽ അവിടെ കൊളുത്തിട്ടിട്ടുണ്ട് കുറെ. അങ്ങനെ ആ ഗേറ്റിന്റെ ഒക്കെ സൈഡിൽ അപ്പൊ നല്ല പ്രകാശം കിട്ടി അത് ചാർജ് ചെയ്യുന്നുള്ളൂ. സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഞാൻ അതെല്ലാം കൊണ്ട് നമ്മളെ വരാന്തി നിറച്ച് ചെടികളുണ്ടല്ലോ, തൂങ്ങി കിടക്കുന്ന ചെടികൾ, അവിടെ ഞാൻ കുറെ കൊളുത്തിട്ടിട്ടുണ്ട്. അപ്പൊ ആ കൊളുത്തിലേക്ക് ഇത് കൊളുത്തിടും, ഓണാക്കിയിട്ടേക്കും. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി കത്തിക്കോളും. പിന്നെ രാത്രി മൊത്തം അതങ്ങനെ കത്തിക്കിടക്കും. അപ്പൊ നല്ല രസം വരാന്തേക്കടെ ഈ ഒരു ഒരു ചിരാത് പോലെ ആ ഒരു രീതിയിൽ അതിങ്ങനെ കത്തിക്കിടക്കുന്ന ഫുൾ വലിയ ലൈറ്റ് അല്ലതാണ്. അങ്ങനെ നല്ല രസം. അത് രണ്ട് കാര്യമുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. പ്ലസ് നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ലൈറ്റ് ഉണ്ട് വരാം. കാണാനുള്ള ഭംഗിയാണ് പ്രധാനമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മൊത്തം ഉണ്ടാവുക. അപ്പോൾ എന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുക്കിങ്ങും ബാക്കി ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ആകുമ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഞാൻ മൊത്തം ഒന്ന് അടിച്ചു വരും. ഹാളും ബാക്കി എല്ലാവരുടെ സ്റ്റെപ്പുകളും എല്ലാം അടിച്ചു വരി, റൂമുകളൊക്കെ മാക്സിമം അടിച്ചു വരുന്നത് അതെല്ലാം അടിച്ചു വരി വൃത്തിയാക്കിയിടും. എന്നിട്ട് പിന്നെ ചെയ്യുന്നത് ഈ ലൈറ്റ് എല്ലാം, മെയിൻ ലൈറ്റ് എല്ലാം ഓഫ് ആക്കും. എന്നിട്ട് നമ്മൾ ഈ സെൻസർ ലൈറ്റുകൾ ഉണ്ടല്ലോ, അത് കുറേ മേടിച്ചിട്ടുണ്ട്. ആ ഒരു ലൈറ്റുകൾ പല സ്ഥലത്ത് നമ്മളിങ്ങനെ കൊളുത്ത് വെച്ചിട്ടുണ്ട്. ആ കൊളുത്തിലേക്ക് എടുത്തിടും. അത് പകൽ ഞാൻ കൊണ്ടത് ചാർജ് ചെയ്യും. രാവിലെ ആകുമ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് ചാർജ് ചെയ്തിടും. അപ്പൊ ഒരു 3 ദിവസത്തേക്കൊക്കെ അത് കത്തും കേട്ടോ, അല്ലേ തന്നെ. എന്നിട്ട് അത് പിന്നെ ഇടും. എന്നിട്ട് ഞാൻ മെയിൻ ലൈറ്റ് എല്ലാം ഓഫ് ആക്കും. എന്നിട്ട് നമ്മുടെ ബെഡ്റൂമിൽ ഒരു ടി വി ഉണ്ട്, അതുപോലെ ഹാളിൽ ഒരു ടി വി ഉണ്ട്. അപ്പൊ 2 ടിവിയിലേക്ക് ഞാൻ ഈ ഫയർ ക്രാക്ക് HD വെർഷൻ കിട്ടുമല്ലോ, അത് എടുത്തിടും കേട്ടോ. അത് വിത്ത് സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. രാത്രി മൊത്തം അത് കേട്ടിട്ട് കിടക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ എന്നാന്നറിയത്തില്ല, ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര മൈൻഡ് റിലാക്സേഷൻ അതിങ്ങനെ കാണുമ്പോൾ കേട്ടോ. അപ്പൊ അതിന്റെ സൗണ്ടും പൊട്ടുന്നതും തീ കത്തുന്നത് പോലത്തെ, പിന്നെ അതിന്റെ ആ കാണാനും എനിക്ക് ഇഷ്ടമാണ്, സൗണ്ടും ഇഷ്ടമാണ്. ബാക്കി ലൈറ്റ് എല്ലാം മെയിൻ ലൈറ്റ് എല്ലാം ഓഫ് ആക്കും. അപ്പൊ ടി വിയിൽ ഇത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ കാണിച്ചു തരാവേ. അങ്ങനെ ഇപ്പോഴും ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ ഈ വോയിസ് എടുക്കാൻ വേണ്ടി സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ. അപ്പൊ അങ്ങനെ എന്നിട്ട് അത് 2 ടിവിയിൽ അത് ഇട്ടു. അപ്പൊ എനിക്ക് ഈ ഒരു സമയം എനിക്ക് കുറച്ച് റിലാക്സേഷൻ ഉള്ള സമയമാണ്. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ എടുക്കുന്ന ആ ഒരു ഗ്യാപ്പ്. അതിന് ഭക്ഷണം എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ടി വിന്റെ അടുത്ത് പോയിരുന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. വല്ലപ്പോഴും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഒന്നിച്ചെല്ലാവരും കൂടി, അല്ലെങ്കിൽ പുതുവായിട്ട് ഇവിടെ ഹാളിൽ എന്തെങ്കിലും സിനിമ ഒരിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ സിനിമ ഇട്ട് കാണുമായിരുന്നുണ്ടോ. അന്നേരമൊക്കെയാണ് ഞങ്ങൾ ഭക്ഷണം എടുത്തുകൊണ്ട് പോയി എല്ലാവരും അവനവന്റെ സ്ഥലത്തോടെ ആയിരിക്കും. അങ്ങനെ എനിക്കാണെങ്കിൽ അങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കാനൊന്നും അങ്ങനെ അതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദുഃഖം. അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ല. എനിക്ക് എന്റേതായ ഒന്നാമത് എനിക്ക് ഡൈനിങ് ടേബിളിൽ പോയിരുന്ന കഴിക്കുന്ന ഒട്ടും ഇഷ്ടമില്ല. ഒന്നത്തെ കാര്യം. എന്നിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒന്നെങ്കിൽ ടി വിന്റെ മുമ്പിൽ അല്ലെങ്കിൽ മൊബൈലായിട്ട് അല്ലെങ്കിൽ അടുക്കളയിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിരുന്ന് കുറച്ച് എന്താ പൂവും കായും അങ്ങനെയൊക്കെ കണ്ട് കുറച്ച് പച്ചപ്പിന്റെ അടുത്ത് പോയിരുന്ന അങ്ങനെയൊക്കെ. ഈ മെയിൻ ടി വി വെച്ചേക്കുന്ന അടുത്ത് കുറെ നമുക്ക് അവിടെ ഒരു ഗാർഡൻ പോലെ നമ്മളോട് ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഞാൻ ചെറിയ ചെയറിട്ടിട്ട് അവിടെ പോയിരുന്നൊക്കെ കഴിക്കാൻ. അല്ലെങ്കിൽ ഞാൻ ഫുഡ് എടുത്തിട്ട് ബെഡ്റൂമിൽ ഇരുന്ന ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നത്. എന്നാലും ഞാൻ അങ്ങോട്ടേക്ക് പോകും. എന്റെ അവിടുത്തെ ടി വിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. മൊത്തം അതിന്റെ പ്രൊസീജിയർ എല്ലാം കാണിച്ചു തന്നിട്ട് അങ്ങനെ. അപ്പൊ നാളത്തേന് അതുണ്ട്. പിന്നെ ഞാൻ കിച്ചൺ എല്ലാം അടിച്ച് വൃത്തിയാക്കി എല്ലാം കഴുകി വൃത്തിയാക്കുമ്പോ പിറ്റേ ദിവസത്തേന് ഒരു റെഡി ആക്കിയിട്ട് എപ്പോ വേണേ യൂസ് ചെയ്യണം. എനിക്ക് തോന്നാതെ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന സ്വഭാവമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. പിന്നെ എന്റെ അമ്മ ഇങ്ങനെ തന്നെ ആയിരുന്നുട്ടോ. വീട്ടിലെ എല്ലാം വൃത്തിയാക്കി സന്ധ്യ ആകുമ്പോ പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗം നമ്മളിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു കേസൊക്കെ കഴിഞ്ഞ് സന്ധ്യ ആകുമ്പോ ബസ്സിലൊക്കെ ഇട്ടിട്ട് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് എല്ലാം ക്ലീൻ ആക്കി അടുത്ത ഒരു കേസിന് വേണ്ടതെല്ലാം സെറ്റ് ചെയ്ത് ഫുള്ള് ഓക്കെ അല്ലേ നോക്കി എന്ത് എമർജൻസി വന്നാലും അത് നമുക്ക് മാനേജ് ചെയ്യുമ്പോൾ അതിനെല്ലാം സെറ്റൊക്കെ എടുത്ത് വെക്കാം. സിസേറിയനാണ് വരുന്നത്. അപ്പൊ ആ സിസേറിയന് വേണ്ടിയിട്ടുള്ളതെല്ലാം എടുത്ത് സെറ്റ് ആക്കും. പിന്നെ മറ്റ് കേസുകളൊക്കെ ആക്സിഡന്റ് കേസുകളൊക്കെ വന്നാൽ പെട്ടെന്ന് നമ്മൾ അന്നേരം തരാം. അതിപ്പോ ഉറപ്പില്ലല്ലോ. പക്ഷെ സിസേറിയൻ മിക്ക ദിവസം വരും. അതുകൊണ്ട് നമ്മൾ അതിനുള്ളതെല്ലാം സെറ്റ് ചെയ്തെടുക്കും. എല്ലാം റെഡിയാക്കി നമ്മൾ പോകാറില്ല. ലൈറ്റ് എല്ലാം ഓഫാക്കി എല്ലാം ഓക്കെ അല്ലേ നോക്കി തിരിച്ചു വരും. ആ ഒരു രീതി തന്നെയാണ് നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിൽ അതേ രീതി തന്നെ എനിക്ക് ഫോളോ ചെയ്യുന്നത് ഇഷ്ടം. വൈകുന്നേരം എല്ലാം കുക്ക് ചെയ്ത് എല്ലാം എടുത്തു വെച്ച് ബാക്കി എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കിച്ചൺ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. കയറി വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. ആ ഒരു രീതിയിൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആണ്. നമുക്ക് ജോലി ചെയ്യാൻ തന്നെ തോന്നും. ഞാൻ മുടിഞ്ഞ് ഇങ്ങനെ നാശമായി കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര നെഗറ്റീവ് എനർജി, ഈവൻ ബെഡ്റൂമും എല്ലാം അങ്ങനെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വൈകുന്നേരം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ആ ലൈറ്റ് എങ്ങനെയാണ് ഇപ്പൊ ഞാനത് ചാർജ് ചെയ്തിട്ടേക്ക് വന്നു. അപ്പൊ അത് എടുത്തിട്ട് നമുക്കെല്ലാം കുത്തിയിട്ടിട്ട് പിന്നെ
ഏ പാടണ്ട. അമ്മയുടെ മിലോയേ, അമ്മയുടെ പുലിക്കുഞ്ഞേ. ഓ എന്റെ പുലിക്കുഞ്ഞ് സങ്കടം വന്നോപ്പ അമ്മ ഇട്ടിട്ട് പോന്നിട്ട് അടിച്ചു വരാൻ നേരത്ത് ഓടി വന്നിട്ട് ഇതൊരു ഇല്ലാത്ത ഒച്ചയില് ഇതുവരെ എത്ര ഒച്ച ഉണ്ടാക്കിയിട്ടില്ല. ഓടി വന്ന് എന്റെ മുഖത്തേക്ക് വീട്ടിൽ കരച്ചില്ല. പിന്നെ ഋഷിക്ക് ആണോ? എന്നിട്ട് ഞാൻ എടുത്തോണ്ട് വന്ന് എടുക്കാൻ പറഞ്ഞു. എടുത്തോണ്ട് വന്ന് നോക്കുമ്പോ വാല് കുട്ടിയിട്ടത്. ഞാൻ നോക്കുമ്പോ ഇത് പോയി ഭയങ്കരമായിട്ട് അടിച്ചു വരുമ്പോ പൊടിയാകാൻ അതിന്റെ മുന്നിൽ ചാടി നടക്കും. അപ്പൊ ഞാൻ അവിടെ കൂട്ടി ഫുള്ള് വയറൊക്കെ ഫുള്ളാ തിന്ന് വീർത്തിട്ട് കയറുന്നു. ഇത് കണ്ടോ, ഇതുപോലത്തെ സെൻസർ ലൈറ്റുകൾ പിന്നെ കുറെ മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഫുള്ള് ചാർജ് ആകുമ്പോൾ ആ ലൈറ്റ് അങ്ങ് ഈ ചോപ്പ് ലൈറ്റ് അങ്ങ് കെടും, അങ്ങനെയാണ്. അപ്പം ഇതേപോലത്തെ കുറേ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാനിവിടെ ഇവിടെയും കുറെ കുത്തി വെക്കും. അപ്പൊ ഒരു 10 എണ്ണം ഉണ്ട് കേട്ടോ പല സ്ഥലത്തോടെ. കുറെ എണ്ണം ചാർജ് തീരാത്തിണ്ടാവും. അപ്പൊ അതെല്ലാം എടുത്തിട്ട് സന്ധ്യ ആകുമ്പോ ഞാൻ കൊണ്ടുപോയിട്ട് നമ്മുടെ ഹാളിലെല്ലാം ഇടും. അത് കാണിച്ചു തരാം.